ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് സ്റ്റിച്ചിങ്ങിൻ്റെ 11ാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഫ്രോക്ക് തയ്ക്കാനും പെറ്റിക്കോട്ട് തയ്ക്കാനും പാവാട തയ്ക്കാനൊക്കെ പഠിച്ചു. അത് പെൺകുട്ടികൾക്കുള്ള ഡ്രസ്സുകളാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് ചെറിയൊരു ആൺകുട്ടിക്കുള്ള ഒരു പാൻറ് നമുക്ക് തയ്ച്ച് പഠിക്കാം. ആ പാൻറ്റാണ് ഞാൻ ഇന്നിവിടെ കട്ട് ചെയ്ത് തയ്ച്ച് കാണിക്കുന്നത്. അപ്പം ഇത് എൻ്റെ കയ്യിലിരുന്നൊരു ചെറിയ പീസാണ്. ആ പീസ് വെച്ച് ഞാനൊരു ചെറിയ പാൻറ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഞാനിതിൻ്റെ ലെങ്ത് 14 ഇഞ്ച് ലെങ്താണ് എടുക്കുന്നത്. 14 ഇഞ്ച് ലെങ്തും 10 ഇഞ്ച് വണ്ണവും 14 ഇഞ്ച് ലെങ്തിലാണ് നമ്മൾ ആൺകുട്ടികളുള്ള ഒരു ചെറിയ കുട്ടിക്കുള്ള ഒരു ചെറിയ പാൻറ് തയ്ക്കുന്നത്. അപ്പോൾ ലെങ്തും വണ്ണവും എടുത്തതിന് ശേഷം നമുക്ക് ഇലാസ്റ്റിക് ഇട്ട് മടക്കാൻ വേണ്ടിയിട്ട് ഒരു 2 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തണം. അപ്പം 2 ഇഞ്ച് അടയാളപ്പെടുത്തി നമ്മൾ വരച്ചിട്ടു. അതിനുശേഷം നമുക്ക് ഈ ഹിപ്പ് വണ്ണം ഇല്ലേ, ഹിപ്പ് വണ്ണത്തിൻ്റെ കൂടെ 4 ഇഞ്ച് കൂട്ടിയിട്ട് അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കണം. അപ്പം ഞാനിവിടെ എടുക്കുന്നത് 8 ഇഞ്ചാണ് എടുക്കാൻ പോകുന്നത്. 8 ഇഞ്ച് വണ്ണം എടുക്കുക. അവിടെ നിന്ന് നമുക്ക് ഷേപ്പിന് വേണ്ടി താഴോട്ട് ഒരു 7 ഇഞ്ച് എടുക്കണം. 7 ഇഞ്ച്. അപ്പം 7 ഇഞ്ച് എടുക്കുമ്പോഴത്തേന് 7 ഇഞ്ച് പോയിന്റ് അവസാനിക്കുന്നിടത്തു നിന്ന് നമുക്ക് വീതി വരുന്നത് 2 ഇഞ്ച് വീതി വരയ്ക്കണം നമ്മൾ. എന്നിട്ട് നമ്മളൊരു ബോക്സ് പോലെ അത് വരച്ച് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അങ്ങനെ വരച്ചിട്ട് ഇവിടെ നമ്മളൊന്ന് റൗണ്ട് ചെയ്ത് വരയ്ക്കണം. ഇതിവിടുത്തെ ഷേപ്പാണ് നമ്മുടെ ഫ്രണ്ടിൽ, നിക്കറിൻ്റെ പാൻറ്റിൻ്റെ ഫ്രണ്ടിലെ ഷേപ്പാണ് നമ്മളിവിടെ വരച്ച് യോജിപ്പിച്ചു. ഇനി താഴെ ഭാഗത്തെ കാലിൻ്റെ ഭാഗത്തെ വണ്ണം, താഴെ കാലിൻ്റെ ഭാഗത്തെ വണ്ണം ഒരു 6.5 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. 6.5 ഇഞ്ച് വണ്ണം എടുത്തു. 6.5 ഇഞ്ച് വണ്ണത്തിലെടുത്തിട്ട് നമ്മൾ കുറച്ച് ഭാഗം തയ്യൽ തുമ്പ് 6.5 ഇഞ്ച് വണ്ണം എടുത്തിട്ട് കുറച്ച് ഭാഗം നമ്മൾ തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തു. തയ്യൽ തുമ്പ് ഇട്ടു. എന്നിട്ട് നമുക്കിതൊന്ന് വരച്ച് യോജിപ്പിക്കാം. ഇങ്ങനെ വരച്ച് ഇനി ഇവിടെ 1 ഇഞ്ച് എടുത്ത് വരയ്ക്കണം. ഇവിടെ ഒന്ന് മടക്കി അടിക്കാനാണ്, കാലിൻ്റെ ഭാഗം ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിനെ ഞാൻ സ്റ്റിച്ച് ചെയ്ത്, ഇതാണ് ഒരു ചെറിയ കുട്ടിക്കുള്ള ഒരു പാൻറ്റിൻ്റെ അളവാണിത്. ഇനി ഇതിനെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കാണിക്കാവേ. നമുക്ക് ഇതിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കാണിക്കാവേ. ഈ 2 പീസിനെ ഇതുപോലെ ഇടണം. വേണ്ട, അകവും പുറമാണ്. ഇത് പുറം, ഇത് അകം. നല്ല വശങ്ങൾ തമ്മിലിട്ടു. നമ്മൾ ചീത്ത വശത്തൂടെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതിനെ ഇവിടെ നിന്ന് ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ നമ്മളെ ഷേപ്പ് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കും. നമുക്കൊന്നും കൂടി അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോവാം. ഇതിൻ്റെ മറു സൈഡും അതേ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്യണം. ഇത് കൊച്ചു കുട്ടികൾക്ക് ഇടാനുള്ള സിമ്പിളായിട്ടുള്ള ഒരു പാൻറ്റാണേ. ഞാൻ പിന്നെ യൂണിഫോം പാൻറ്റും യൂണിഫോം ഷർട്ട് അതൊക്കെ പഠിപ്പിച്ചു തരാം. ഇനിയിപ്പോൾ മാർച്ച് മാസം കഴിയുമ്പോഴത്തേന് സ്കൂൾ അടച്ചു കഴിഞ്ഞാൽ ജൂൺ ആകുമ്പോഴത്തേന് സ്കൂൾ തുറക്കുമല്ലോ. അപ്പോൾ എല്ലാ കുട്ടികൾക്കെല്ലാം യൂണിഫോം വേണ്ടേ. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് യൂണിഫോം തയ്ച്ച് കുട്ടികൾക്ക് ഇടാൻ പറ്റും. നമുക്ക് ഇതുപോലെ അടിച്ച്, അപ്പം നമ്മൾ ഇതിൻ്റെ ഈ നിക്കറിൻ്റെ കട്ട് ചെയ്ത് വെച്ച 2 ഷേപ്പ് വശങ്ങളും നമ്മൾ അടിച്ചെടുത്തു. ഇനി അടുത്തായിട്ട് നമ്മൾ അടിക്കുന്നത് ഇതുപോലെ അടിഭാഗം ഒന്ന് മടക്കി അടിക്കണം. കാലിൻ്റെ 2 സൈഡുമായിട്ട് അടിഭാഗം ഒന്ന് മടക്കി അടിച്ചു കൊടുക്കണം. 1 ഇഞ്ച് നമ്മൾ വരച്ചിട്ടിട്ടുണ്ടല്ലോ, ആ 1 ഇഞ്ച് നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം. ഇനി മറു സൈഡും കൂടെ അതുപോലെ അടിച്ചു കൊടുക്കാം.
അപ്പം നമ്മൾ മറു സൈഡും അടിച്ചെടുത്തു. ഇനി ഇതിനെ ഇങ്ങനെ ഒന്ന് നിവർത്തിടണം. ഇതാ തിരിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് നിവർത്തിട്ടു. ഇതാ കണ്ടോ. എന്നിട്ട് ഇതിൻ്റെ കാൽഭാഗം കണ്ടോ, ഇതാ ഇങ്ങനെ ഒരു കാൽഭാഗം, ഇത് നമ്മൾ ഒന്ന് അടിച്ചു കൊടുക്കണം. ഈ കാലിൻ്റെ അവിടെ നിന്ന് സൈഡിലോട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇതുവഴി ഇങ്ങനെ. ഇത് കാൽവണ്ണമാണേ. അപ്പം കാൽവണ്ണവും അടിച്ചു. ഇനി നമുക്ക് ഇലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് ഇതാ ഇവിടെ ഇന്നലെ ഞാൻ പാവാട പഠിപ്പിച്ചില്ലേ, ആദ്യം ഇങ്ങനൊരു മടക്കിയിട്ട് പിന്നെ വീതിയിൽ മടക്കണമെന്ന്. ആദ്യം നമുക്ക് ഇങ്ങനൊരു മടക്കി അടിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോവും ഒന്നിച്ച് മടക്കുമ്പോൾ. ആദ്യം ഇങ്ങനൊരു മടക്കി നമുക്ക് പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ പറ്റും. കുട്ടികൾക്ക് വീട്ടിലിടാനൊക്കെ നമുക്ക് തയ്ച്ചു കൊടുക്കാൻ പറ്റും. ഇതാ ഇതുപോലെ നമ്മൾ ഒരു മടക്ക് നമ്മൾ ആദ്യം തയ്ച്ചെടുത്തു. ഒന്നിച്ച് മടക്കി പോകാൻ അറിയാവുന്നവരങ്ങനെ തയ്ച്ച് വയ്ക്കുമോ. ഞാനിപ്പോൾ ഇങ്ങനെ തയ്ച്ചതേ ഉള്ളൂ. ഇനി നമുക്ക് ഇലാസ്റ്റിക് ഇടാൻ വേണ്ടി 1.5 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തിയില്ലേ, അതിനെ നമുക്ക് ഒരേ വീതിയിൽ അടിച്ചു വരാം. ഒരേ വീതിയിൽ അവിടെ തൊട്ട് ഞെറ്റം വരെ അടിക്കുവാണേ. എന്നിട്ട് ഇവിടെ വരുമ്പം ഒന്ന് നിർത്തണം. കാര്യം നമുക്ക് ഇതുവഴി ഇലാസ്റ്റിക് അകത്തുള്ളിൽ കയറ്റി ഇട്ടതിന് ശേഷം ബാലൻസ് തയ്ച്ചാൽ മതിയേ. ഇനി നമുക്ക് ഇതിനകത്ത് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇലാസ്റ്റിക് അതിൻ്റെ ഉള്ളിലിടാവേ. ഉള്ളിലേക്ക് ഇലാസ്റ്റിക് ഇങ്ങനെ വലിച്ച് ഇട്ട് കൊടുക്കണം. അപ്പം നമ്മൾ ഇലാസ്റ്റിക് ഇട്ടെടുത്തു. ഇനി ഈ ഇലാസ്റ്റിക് തമ്മിൽ നമുക്ക് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. കെട്ടിട്ടടിക്കണേ. നമ്മൾ ഈ ഇലാസ്റ്റിക് തമ്മിലൊന്ന് യോജിപ്പിച്ച് കൊടുക്കും. നമ്മൾ ഇലാസ്റ്റിക് ഇടാൻ വേണ്ടി കുറച്ച് ഭാഗം വീട്ടിൽ തയ്ക്കാതെ അത്ര ഭാഗം ഒന്ന് തയ്ച്ചു കൊടുക്കണം.
നമുക്കിനി ഒന്ന് തിരിച്ചിട്ട് നോക്കാം. ചെറിയ കുഞ്ഞു കുട്ടികൾക്കുള്ള ഒരു നിക്കറാണ് ഞാനിന്നിവിടെ പഠിപ്പിച്ചത്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നിങ്ങളും ഇതുപോലെ പഴയ വേസ്റ്റ് പീസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ആൺകുട്ടികൾക്ക് നിക്കറ് നിങ്ങളും തയ്ച്ച് നോക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഫുൾ ലെങ്ത് എടുത്തു, അത് കഴിഞ്ഞ് വണ്ണം എടുത്തു, താഴോട്ട് 7 ഇഞ്ച് ഷേപ്പ് കൊടുത്തു, 6.5 ഇഞ്ച് വണ്ണം കൊടുത്തു, 1/4 വണ്ണം കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ ഷേപ്പ് തമ്മിൽ കൂട്ടി യോജിപ്പിച്ചു, 2 സൈഡിൽ ഷേപ്പ് തമ്മിൽ കൂട്ടി യോജിപ്പിച്ചു. അത് കഴിഞ്ഞ് 1/4 വണ്ണം തമ്മിൽ കൂട്ടി യോജിപ്പിച്ചു. അത് കഴിഞ്ഞ് ഇലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ പടി അടിച്ചു. അത് കഴിഞ്ഞ് ഇലാസ്റ്റിക് ഇതിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ടു. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങളും ഇതുപോലെ വേസ്റ്റ് പീസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കണം. അപ്പം ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാലേ മറ്റുള്ളവരിലും കൂടെ ഈ വീഡിയോ എത്തുകയുള്ളൂ.